കാലിക്കറ്റ് VC സെലക്ഷൻ കമ്മിറ്റിയിലേക്കുള്ള സർവകലാശാല നോമിനിയായി ഡോക്ടർ എ സാബുവിനെ തെരഞ്ഞെടുത്തു. ഇന്ന് ചേർന്ന സർവകലാശാല സെനറ്റ് യോഗമാണ് സാബുവിനെ തെരഞ്ഞെടുത്തത്. സലാം മുഹമ്മദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സലാം, ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണ്? അജി, ഇന്ന് ചേർന്ന സെനറ്റ് യോഗമാണ് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ തെരഞ്ഞെടുപ്പിനുള്ള സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് ഡോക്ടർ എ സാബുവിനെ തെരഞ്ഞെടുക്കുവാനുള്ള ഒരു തീരുമാനമെടുത്തത്. ഇതിൽ വോട്ടെടുപ്പിലിട്ടപ്പോൾ CPM സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് PK കലീമുദ്ദീനാണ് ഇദ്ദേഹത്തെ പിന്തുണച്ചത്, നോമിനേറ്റ് ചെയ്തത്. അതിന് പിന്നാലെ CPM അംഗങ്ങൾ, അതായത് 38 വോട്ട് CPM അംഗങ്ങളുടെ വോട്ട് നേടിക്കൊണ്ടാണ് ഡോക്ടർ എ സാബുവിനെ സെനറ്റിലെ അല്ലെങ്കിൽ സർവകലാശാലയുടെ VC തെരഞ്ഞെടുപ്പിനുള്ള പ്രതിനിധിയായി തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത്. UDF അംഗങ്ങൾ മറ്റൊരാളെയാണ് പിന്തുണച്ചിട്ടുണ്ടായിരുന്നത്, എന്നാൽ അയാൾക്ക് 20 വോട്ടേ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഏതായാലും കഴിഞ്ഞ സെനറ്റ് യോഗവും സമാന രീതിയിൽ ഒരാളെ തെരഞ്ഞെടുത്തിരുന്നു. ഡോക്ടർ ധർമ്മരാജ് ആറാട്ട് എന്ന് പറയുന്ന സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറെ ആയിരുന്നു നേരത്തെ സെനറ്റ് യോഗം സർവകലാശാല പ്രതിനിധിയായി തെരഞ്ഞെടുത്തത്. എന്നാൽ അദ്ദേഹം ഈ സർവകലാശാല വൈസ് ചാൻസലർ ആവാനുള്ള വിസമ്മതം പ്രകടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ രാജിവെക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് മറ്റൊരാളെ തെരഞ്ഞെടുക്കാൻ വീണ്ടും സെനറ്റ് ചേരുന്നത്. കഴിഞ്ഞ സെനറ്റ് സമാന രീതിയിൽ ഈ ഒരു ആവശ്യം, അതായത് സെനറ്റ് സർവകലാശാല പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു കഴിഞ്ഞ സെനറ്റിൻ്റെയും അജണ്ട. എന്നാൽ അത് ഈ അംഗങ്ങൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ, അതായത് അഭിപ്രായ വ്യത്യാസങ്ങളെ കാരണം അത് പിന്നീട് സെനറ്റ് മുടങ്ങിപ്പോവുകയും യോഗം അലസിപ്പോവുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിലാണ് ഗവർണർ ഇടപെട്ടുകൊണ്ട് പ്രത്യേക യോഗം വിളിക്കുകയും സെനറ്റ് യോഗം വിളിച്ച് എത്രയും പെട്ടെന്ന് സർവകലാശാല പ്രതിനിധിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കണമെന്നുള്ള കർശന നിർദ്ദേശം നൽകിയത്. ആ നിർദ്ദേശം പാലിച്ചുകൊണ്ടാണ് ഇന്ന് സെനറ്റ് ചേരുകയും സർവകലാശാല പ്രതിനിധിയായി ഈ വൈസ് ചാൻസലറെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള സെലക്ഷൻ കമ്മിറ്റിയിലേക്കുള്ള സർവകലാശാല പ്രതിനിധിയായിക്കൊണ്ട് ഡോക്ടർ എ സാബുവിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തത്. അജി, ശരി, സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.